നമസ്കാരം. വീണ്ടും ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പാലക്കാട് ഇപ്പോൾ നടക്കാൻ പോകുന്ന 20-ാം തീയതി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം ചുരുങ്ങിയത് 15,000 വോട്ട് മുതൽ 20,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ പുറത്തു വരാത്തൊരു കാര്യം, അവിടെ RSS വളരെ ശക്തമായ രൂപത്തിൽ സംഘടിതമായി ഗ്രൗണ്ടിൽ നടക്കുന്ന വർക്ക് അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. കാരണം അവരുടെ അന്വേഷണത്തിൽ പോലും എത്രമാത്രം വോട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് മാറ്റാൻ പറ്റുമെന്നറിയില്ല. എന്നാൽ ഗ്രൗണ്ട് അടിത്തട്ടിലല്ലാതെ പുറമേ നിന്നുള്ള കണക്കുകൾ പ്രകാരം 15,000 മുതൽ 20,000 വരെ വോട്ടുകൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ അടുത്ത് വന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ BJPയിലേക്ക് പോയത് തന്നെയാണ്. സന്ദീപ് വാര്യർ പോയത് കൊണ്ട് BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയത് കൊണ്ട് BJPയിലെ പല ആളുകളും ഒറ്റക്കെട്ടായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി എന്നിരിക്കുന്നാലും സന്ദീപ് വാര്യരെ മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ BJPക്കുള്ളിൽ വലിയ തോതിലുള്ള ഒരു വിള്ളലുണ്ട്. അതേപോലെ 12ഓളം കൗൺസിലർമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിള്ളലായിട്ട് നിൽക്കുന്നുണ്ട്. അവരടക്കമുള്ള ഒരു വലിയ സംഘടിതമായ ശക്തി ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. സന്ദീപ് വാര്യർ വന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 5,000 വോട്ട് BJPയിൽ നിന്ന് CPMയിലേക്ക് കോൺഗ്രസ്സിലേക്ക് വരും എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇതോടൊപ്പം തന്നെ ട്രോളി വിവാദം വല്ലാതെ ബാധിച്ചിരുന്നു. സ്ത്രീകളുടെ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. കാരണം ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിലടക്കം പോലീസ് കയറി ഉപദ്രവം ചെയ്യുകയും അവിടെ വളരെ വൃത്തികേടുകൾ കാണിക്കുകയും ചെയ്തു. പുരുഷ പോലീസ് മാത്രമായിട്ട് അവിടെ കയറുവാൻ ശ്രമിച്ചെങ്കിലും ഷാനിമോൾ ഉസ്മാൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിന്നീട് വനിതാ പോലീസ് വന്നിട്ടാണ് കംപ്ലീറ്റ് പരിശോധന നടത്തിയത്. കംപ്ലീറ്റ് പരിശോധന നടത്തിയെങ്കിലും ഒരു വസ്തുവും കിട്ടിയില്ല. എന്നാൽ ഈ പണം CPM തന്നെ കൊണ്ടുവച്ച് കൃത്യമായി ഈ വിവരം ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുകയും CPM സ്ഥാനാർത്ഥിയായി പെരിന്തൽമണ്ണയിൽ മത്സരിച്ച മുസ്തഫയുടെ ടൂറിസ്റ്റ് ഹോമാണ്. അവിടെയുള്ള ചില സ്റ്റാഫുകളുടെ സഹായത്തോടു കൂടി പുറത്തു പോയിരുന്ന ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ കട്ടിൻ്റെ അടിയിൽ ബാഗ് കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ആ ബാഗ് കൊണ്ടുവച്ച് അതേ സമയത്ത് തന്നെ VD സതീഷിന് ഈ കാര്യം CPMൻ്റെ ചില ആളുകൾ ചോർത്തിക്കെടുക്കുകയും ചെയ്തതോടെയാണ് ഈ സംഭവം പൊളിയുന്നത്. ഓൺ ദ സ്പോട്ട് ആ പണം എടുത്തു മാറ്റി. മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ്റെ കൈവശമുണ്ടായിരുന്ന 10,000-25,000 രൂപയടക്കം എല്ലാം മാറ്റിവെച്ചു. അവസാനം റെയ്ഡ് നടന്ന് കംപ്ലീറ്റ് പരിശോധിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. മാത്രമല്ല അതിനുവേണ്ടി വലിയ തോതിലുള്ള ഒരു കൂട്ടായ്മയോടുകൂടി BJPയും CPMും നടത്തിയ വളരെ മോശമായ ഒരു പ്രവർത്തനം തിരിച്ചടിച്ചു എന്നുള്ളതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോതിൽ അത് ഗുണം ചെയ്തു. ഏറ്റവും ചുരുങ്ങിയതൊരു 5,000 വോട്ട് ആ വഴിക്കും CPMൽ നിന്നും അതേപോലെ BJP ഭാഗത്തു നിന്നും കിട്ടി എന്നുള്ളതാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഈ 10,000 വോട്ട് രണ്ട് ഭാഗത്തു നിന്ന് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് വോട്ട് കൂടുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. കഴിഞ്ഞ തവണ 54,000 വോട്ട് വരെ കിട്ടിയിരുന്ന സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 64,000 74,000 ആയാൽ അത്ഭുതമില്ല. ഇവരെ വോട്ട് 10,000 കുറയുമ്പോൾ 34,000 കുറയുകയാണ് BJPയുടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതേപോലെ വ്യത്യാസം 20,000 വരെയൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് വരുന്നത്. കഴിഞ്ഞ തവണ ഇലക്ഷനിൽ ശ്രീധരന് 50,000 വോട്ടാണ് കിട്ടിയെങ്കിൽ 54,000 വോട്ടാണ് ഷാഫി പറമ്പലിന് കിട്ടിയത്. ലോക്സഭാ ഇലക്ഷനിലാകട്ടെ BJPക്ക് 44,000 വോട്ടാണ് കിട്ടിയതെങ്കിൽ കോൺഗ്രസ്സിന് 51,000 വോട്ട് 7,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ CPM സ്ഥാനാർത്ഥിയുമായിട്ട് ഏകദേശം 25,000 വോട്ടിൻ്റെ വ്യത്യാസം പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പം ആ രൂപത്തിലെല്ലാം നോക്കുമ്പോൾ പാലക്കാട് വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അടിത്തട്ടിൽ സന്ദീപ് വാര്യർ വന്നതോടെ ഒരു വല്ലാത്തൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല 12 BJP കൗൺസിലർമാർ കൂറുമാറുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ BJP ക്യാമ്പിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസക്കുറവ് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായുള്ള ഈ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈക്വൽ ഫൈറ്റായിരുന്നെങ്കിൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നേറ്റമുണ്ടാക്കി കൊടുത്തതെന്നും ഏറ്റവും ചുരുങ്ങി 15,000 മുതൽ 20,000 വരെ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. നമ്മൾക്ക് ചേലക്കരയിലെ ഇലക്ഷനിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞിരുന്നു 5,000 വോട്ടിന്
രമ്യ ഹരിദാസ് വിജയിക്കാൻ സാധ്യതയുണ്ട്. 7,000 വോട്ട് വരെ, ചിലപ്പോൾ 5,000 മുതൽ 7,000 വോട്ട് വരെ DMK സ്ഥാനാർത്ഥി പിടിക്കാൻ സാധ്യതയുണ്ടെന്നും അത് CPM-ൻ്റെ വോട്ടാണ് അവർ പിടിച്ചതെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പറയുന്നത്. BJP-യിലെ വോട്ടും കുറയും, അതേപോലെ CPM-ൻ്റെ വോട്ടും കുറയും. ഇത് ഗുണമായി മാറുന്ന രമ്യ ഹരിദാസിനാണ്. രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റത് കൊണ്ടുള്ള സഹാനുഭൂതി മണ്ഡലത്തിലൂടെ ഉടനീളമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 മണ്ഡലങ്ങളിലും പിണറായി വിരുദ്ധ, സർക്കാർ വിരുദ്ധ തരംഗമാണ് ഈ 2 മണ്ഡലങ്ങളിലുമുള്ളത്. ഈ 2 മണ്ഡലങ്ങളിലും BJP തൃശ്ശൂരിൽ പൂരം കലക്കിയതിൻ്റെ ഭാഗമായി ഹിന്ദു വോട്ടുകളിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. മുനമ്പം ഇഷ്യൂ ആണ് ഏറ്റവും ഇവിടെ ബാധിക്കാൻ ശ്രമിച്ചിരുന്ന ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കാര്യമായിട്ടൊന്നും പാലക്കാടും ചേലക്കരയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണം ഏറ്റവും ബാധിച്ചിട്ടുണ്ട്. അത് സാധാരണ സ്ത്രീകളടക്കം CPM-നെതിരെ വോട്ട് ചെയ്യാനുള്ള കാര്യമായി മാറി എന്നുള്ളതാണ് സത്യം. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ കഴിഞ്ഞ തവണ 3,64,000 വോട്ടിനാണ് ജയിച്ചത്. മുമ്പത്തെ തവണ രാഹുൽ ഗാന്ധി ജയിച്ചത് 3,93,000 വോട്ടിനാണ്. അതിനെയെല്ലാം കവർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. 64% വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 9 ലക്ഷത്തിൽ മേലെയുള്ള വോട്ടാണ് പോൾ ചെയ്തത്. 9 ലക്ഷം വോട്ട് പോൾ ചെയ്തതിൽ കൃത്യമായി പറഞ്ഞാൽ 9 ലക്ഷത്തിൽ ഒരു 3 ലക്ഷം വോട്ട് രണ്ടുപേർക്കും കൂടെ BJP-ക്കും CPM-നും കൂടെ മാറിക്കഴിഞ്ഞാൽ തന്നെ ആ 5.5-6 ലക്ഷം വോട്ട് കോൺഗ്രസ്സിന് കിട്ടുമെന്നുള്ള കണക്കൂട്ടലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ആവറേജ് ഒരു 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ ലഭിക്കാൻ സാധ്യതയുള്ളൂ, ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ളൂ പ്രിയങ്കയ്ക്ക് എന്നുള്ളതാണ് മനസ്സിലായത്. ഏകദേശം 10% വോട്ടാണ് കുറഞ്ഞു പോയത്. 64% വോട്ടാണ് പോൾ ചെയ്തത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 74% മേലെ വോട്ട് പോൾ ചെയ്തത്. ഈ 10% എന്ന് പറയുന്നത് 1.5 ലക്ഷം വോട്ടാണ് കുറയുന്നത്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ തോതിൽ തിരിച്ചടി തന്നെയാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ടടിച്ചു. എന്നാൽ ചേലക്കരയിൽ 74% വോട്ടും പോളിംഗ് നടന്നിട്ടുണ്ട്. അതേ കഴിഞ്ഞ തവണയും അതേ പോളിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പാലക്കാട് ശക്തമായ പോളിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എല്ലാ മേഖലയും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ CPM കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അവർ പിണറായി വിജയൻ ഈ നിർദ്ദേശം പാലിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ നിർദ്ദേശം എന്താണ്? ഇവിടെ ഓരോ ബൂത്തിൽ നിന്നും 50 വോട്ട് വീതം BJP-ക്ക് മാറ്റിക്കുത്തണമെന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പാലക്കാട് വളരെ ശക്തമായ രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 മുതൽ 20,000 വോട്ടിന് വിജയിക്കുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി എന്തെല്ലാം മാറ്റങ്ങൾ വരും വരില്ല എന്നുള്ളതൊക്കെ നമുക്ക് അധികം താമസിയാതെ 23-ാം തീയതി വരെ കാത്തു നിൽക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.